ഗുഡ് മോർണിംഗ്. നമ്മൾ +2 സുവോളജിയിലെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ജെനറ്റിക്സ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു. നമ്മളൊരു പുതിയ മേഖലയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇവല്യൂഷൻ. ഇവല്യൂഷൻ മീൻസ് പരിണാമമാണ്, ചേഞ്ച്. സിംപ്ലി നമുക്ക് പറയാം ഇറ്റ്സ് എ പാസ്റ്റ്. അതായത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പാസ്റ്റ്, ഹ്യൂമൻ ബീയിങ് മാത്രമല്ല ബയോളജി അല്ലെങ്കിൽ ലൈഫ്, ഇതിൻ്റെയൊക്കെ ഒരു പാസ്റ്റ് ടൈമാണ് നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ചേഞ്ചാണ് ഇവല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ആലോചിച്ച് നോക്കുക. നമ്മൾ ജെനറ്റിക്സിൽ പഠിച്ചത് ഫ്യൂച്ചർ ഓഫ് ബയോളജിയാണ്. ജെനറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചർ ഓഫ് ബയോളജിയാണ്. പക്ഷേ ഇവല്യൂഷൻ മീൻസ് ദ പാസ്റ്റ് ഓഫ് ബയോളജിയാണ്. എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടായത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായത്, എർത്ത് ഉണ്ടായത് എങ്ങനെ, ലൈഫ് ഉണ്ടായത് എങ്ങനെ, അതിൽ അനിമൽസ് ഉണ്ടായത് എങ്ങനെ, ഫസ്റ്റ് ലിവിങ് സെൽ എങ്ങനെ ഉണ്ടായി, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇവല്യൂഷൻ. 10th SCERT സിലബസ് പഠിച്ചവർക്ക് അവസാന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ CBSE പഠിച്ചവരും ഇവല്യൂഷൻ എന്നൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 10ാം ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കിൻ്റെ കുറച്ചും കൂടി വൈഡായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ഇവല്യൂഷൻ എന്താണെന്ന് പറയുന്നത്. ഇവല്യൂഷൻ ഈസ് ആൻ ഓർഡർലി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കുള്ള ചേഞ്ച് പറഞ്ഞ് കേൾക്കണം. ഓർഡർലി ചേഞ്ചാണ്, ക്രമത്തിലുള്ളൊരു ചേഞ്ചാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവല്യൂഷണറി ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഭൂമിയിലെ ഈ ലൈഫ് ഫോംസിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഇവല്യൂഷണറി ബയോളജി. അപ്പോൾ ഇവല്യൂഷൻ മീൻസ് ദാറ്റ് പ്രോസസ്സാണ്. ദ സ്റ്റഡി ഈസ് കോൾഡ് ഇവല്യൂഷണറി ബയോളജി. ഇപ്പോൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഹ്യൂമൻ ബീയിങ്സ് നോക്കാം. മങ്കീസിൽ നിന്ന് ഇവോൾവ് ചെയ്താണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഒരു ചിത്രത്തിൽ എളുപ്പത്തിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അതൊരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇവല്യൂഷൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഡിഫറെൻറ്റ് മില്യൺ ഇയേഴ്സ് എഗോ ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലൈഫ് എങ്ങനെ ഉണ്ടായി എന്നാണ്. ഹൗ ലൈഫ് ഈസ് ഫോംഡ്. അതേപോലെ നമ്മളെന്ത് പഠിക്കും പിന്നീട്? ഹൗ എർത്ത് ഈസ് ഫോംഡ് ആദ്യം പഠിക്കണം, പിന്നെയാണ് ലൈഫ് ഈസ് ഫോംഡ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം ഒറിജിൻ ഓഫ് ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഒറിജിൻ ഓഫ് ലൈഫിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി നിങ്ങൾ പണ്ട് പഠിച്ച കാര്യം തന്നെയാണ്, ദ ബിഗ് ബാങ് തിയറി. ഒരു മഹാവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഒരു എക്സ്പ്ലോഷനാണ്, ഒരു സ്ഫോടനമാണ്. ദ ബിഗ് ബാങ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് യൂണിവേഴ്സ് ഒറിജിനേറ്റഡ് അബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് എഗോ ബൈ എ സിംഗുലാർ ഹ്യൂജ് എക്സ്പ്ലോഷൻ. അതായത് യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി? ബൈ എ തെർമോന്യൂക്ലിയർ എക്സ്പ്ലോഷൻ 20 ബില്യൺ ഇയേഴ്സ് എഗോ. 1 ബില്യൺ മീൻസ് 100 crore. അപ്പോൾ 2000 crore ഇയേഴ്സ് മുമ്പ് ഒരു മാസ് എൻറ്റിറ്റിയുടെ ഒരു തെർമോന്യൂക്ലിയർ എക്സ്പ്ലോഷൻ മീൻസ് ഹ്യൂജ് എക്സ്പ്ലോഷൻ ഉണ്ടായി. ആ ഹ്യൂജ് എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന യൂണിവേഴ്സ്, പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സ് ഈസ് ഫോംഡ് എപ്പോഴാണ്? എബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് എഗോ ബൈ തെർമോന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഇറ്റ് ഈസ് കോൾഡ് ബിഗ് ബാങ് തിയറി. ഇനി ഹൗ ലൈഫ് ഈസ് ഫോംഡ് എന്നാണ് ഇനി പറയുന്നത്. ഹൗ ലൈഫ് ഈസ് ഫോംഡ് നോക്കാം. ദ എർത്ത് വാസ് ഫോംഡ് അബൌട്ട് 4.5 ബില്യൺ ഇയേഴ്സ് എഗോ. യൂണിവേഴ്സ് ഫോം ചെയ്തിട്ട് 20 ബില്യൺ ഇയേഴ്സായി. അതിൽ എർത്ത് ഫോം ചെയ്തപ്പോഴാണ് അറൗണ്ട് 4.5 ബില്യൺ ഇയേഴ്സ് എഗോ. എങ്ങനെയാണ് എർത്ത് ഫോം ചെയ്ത മറ്റു കാര്യങ്ങളാണ് ഇനി പറയുന്നത് നോക്കുക. ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ ഓൺ ഏർലി എർത്ത്. ഏർലി എർത്തിൽ എന്തുണ്ടായിരുന്നില്ല? അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. വാട്ടർ വേപ്പർ, മീതെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ റിലീസ്ഡ് ഫ്രം മോൾട്ടൻ മാസ് കവേർഡ് ദ സർഫേസ്. പ്രിമിറ്റീവ്
എർത്തിൽ അറ്റ്മോസ്ഫിയറായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷേ സർഫേസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ തുടങ്ങിയ ഗ്യാസ് ഉണ്ടായിരുന്നു. ഈ മോൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡ്, നമ്മളിപ്പോൾ ഒന്ന് വോൾക്കാനോയുടെ ലാവ എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയിൽ ആ മോൾട്ടൺ കണ്ടീഷനിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസസ് ഉണ്ടായിരുന്നു. ആ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട എന്തൊക്കെ ഉണ്ടായിരുന്നു? H2O, CH4, CO2 ആൻഡ് NH3. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടാതെ മീത്തേൻ ആൻഡ് അമോണിയാണ് അന്നത്തെ എർത്ത് സർഫേസിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. The UV rays from the sun broke up water into H2 and O2. സൂര്യനിലുണ്ടായിരുന്ന UV റേസിൻ്റെ പ്രവർത്തന ഫലമായിട്ട് വാട്ടർ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്സിജൻ കമ്പൈൻസ് വിത്ത് അമോണിയ ആൻഡ് മീത്തൈൻ. അമോണിയയുമായിട്ടും അതേപോലെ തന്നെ മീത്തൈനുമായിട്ടും ഓക്സിജൻ കമ്പൈൻ ചെയ്തു. അങ്ങനെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതായത് ആ ഒരു പ്രിമിറ്റീവ് എർത്തിൽ നടന്ന കെമിക്കൽ റിയാക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു അസംഷനാണ്. ഇതൊക്കെ ഇങ്ങനെ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് മറ്റൊരു തെളിവുമില്ല. കാരണം അന്നൊരു ഹ്യൂമൻ ബീയിങ്ങും അന്നൊരു ലിവിങ് ഓർഗാനിസം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ പ്രൂഫുള്ളൊരു തിയറി നമുക്ക് വിശ്വസിക്കുക എന്നൊരു വഴിയേ ഉള്ളൂ. നമ്മൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും മോസ്റ്റ് പ്രൂഫ്, നമുക്ക് വിശ്വസിക്കാൻ ഒരു പ്രൂഫ് വേണം. ആ പ്രൂഫ് ഉള്ളതിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നു. പ്രൂഫ് ഇല്ലാത്തൊക്കെ നമുക്ക് റിജക്റ്റ് ചെയ്യപ്പെടേണ്ടി വരും, കാരണം സയൻസ് ആണ്. ഓക്കെ, ഇതാണ് പറഞ്ഞത്. പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ മീത്തേൻ, അമോണിയ, ഇത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ദ ഓസോൺ ലെയർ വാസ് ഫോംഡ്. പിന്നീട് പതുക്കെ എന്ത് ഫോം ചെയ്തു? ഓസോൺ ലെയർ ഫോം ചെയ്തു. ആസ് ഇറ്റ് കൂൾഡ് ദ വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ ടു ഫോം ഓഷ്യൻസ്. ഓസോൺ ലെയർ ഫോം ചെയ്തു. പിന്നെ എർത്ത് എന്ത് ചെയ്തു? കൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദ വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ ടു ഫോം ഓഷ്യൻസ്. എന്ത് പറ്റിയെന്നാണ് പറയുന്നത്? വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു അറ്റ്മോസ്ഫിയറിൽ, ഇവോപ്പറേറ്റ് ചെയ്ത അവസ്ഥയിലുണ്ടായിരുന്നു സർഫേസിൽ. അറ്റ്മോസ്ഫിയർ എന്നല്ല, സർഫേസിൽ. പിന്നീട് ഒരുപാട് ഇവോപ്പറേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്തു? കണ്ടൻസേഷൻ, കൂളിംഗ് പ്രോസസ്സ് നടന്നു. അങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത വാട്ടർ കണ്ടൻസ് ചെയ്യുമ്പോൾ റെയിനായിട്ട് മാറി. എത്ര വർഷം എന്ന് ചോദിച്ചാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. 1-2 ദിവസമുള്ള മഴയല്ല. ഒരു മോൾട്ടൻ മാസമായിട്ടുള്ള എർത്ത് സർഫേസിൽ എന്തുണ്ടായി? മില്യൺസ് ഓഫ് ഇയേഴ്സ് കണ്ടിന്യൂസ് ഹെവി റെയിൻ ഉണ്ടായി. ആസ് എ റിസൾട്ട് ഓഷ്യൻസ് വെർ ഫോംഡ്. ഓക്കെ, അപ്പോൾ ദ ഓസോൺ ലെയർ ഫോം ചെയ്തു. പിന്നീടോ ആസ് ഇറ്റ് കൂൾഡ് ദ വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ ടു ഫോം ഓഷ്യൻസ്. ലൈഫ് അപ്പിയർഡ് ഓൾമോസ്റ്റ് 4 ബില്യൺ ഇയേഴ്സ് എഗോ. അപ്പോൾ എർത്ത് ഫോം ചെയ്തത് 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആൻഡ് ലൈഫ് ഈസ് ഫോംഡ് അബൌട്ട് 4 ബില്യൺ ഇയേഴ്സ് എഗോ. തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്. നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്. എങ്ങനെയാണ് ലൈഫ് ഉണ്ടായത്? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്? ബിഗ് ബാങ് തിയറി 20 ബില്യൺ ഇയേഴ്സ് എഗോ. അതിൽ 4.5 ബില്യൺ ഇയേഴ്സ് എഗോ എർത്ത് ഫോം ചെയ്തു. എർത്തിൻ്റെ സർഫേസിലാണെങ്കിൽ വാട്ടർ വേപ്പർ, മീത്തേൻ, അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 4 ബില്യൺ ഇയേഴ്സ് എഗോ ലൈഫ് ഫോം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഈ ലൈഫ് ഫോം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നതിന് ഒരു പ്രൂഫായിട്ടുള്ള തിയറീസാണ് പറയുന്നത്. ജീവൻ എങ്ങനെ ഉണ്ടായി? ഹൗ ലൈഫ് ഈസ് ഫോംഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഹൗ ലൈഫ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ എർത്ത്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് എത്രയുണ്ട്? 5 തിയറീസ് ഉണ്ട്. തിയറി ഓഫ് അബയോജെനിസിസ്, തിയറി ഓഫ് ബയോജെനിസിസ്, തിയറി ഓഫ് ദ പാൻസ്പെർമിയ ആൻഡ് തിയറി ഓഫ് ക്രിയേഷനിസം ആൻഡ് തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. 5 തിയറീസാണ് ഉള്ളത്. നമുക്ക് ഓരോ തിയറി എന്താണെന്ന് നോക്കാം. ഏതാണ് നമുക്ക് വിശ്വസിക്കാവുന്നത് ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളുക. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് അബയോജെനിസിസ്. എന്താണ് അബയോജെനിസിസ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എക്സെട്ര. മഡിൽ ഡയഗ്രം നോക്കി അറിയാം, മീറ്റിൽ ചെറിയ മാഗറ്റ്സ് അല്ലെങ്കിൽ പുഴുക്കൾ ഫോം ചെയ്യുന്നുണ്ട്. മണ്ണിലാണെങ്കിൽ എർത്തുവം കാണപ്പെടുന്നുണ്ട്. അതേപോലെ ഡീക്കേയിങ് സബ്സ്റ്റൻസിൽ എന്തുണ്ട്? ചില ഇൻസെക്റ്റ് അല്ലെങ്കിൽ ലാർവെ ഫോം ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്
എന്താണ്? ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ് തിങ്സ്. അതാണ് അബയോജെനിസിസ്. ജെനിസിസ് മീൻസ് ഫോർമേഷൻ, അബയോട്ടിക് മീൻസ് നോൺ ലിവിങ് ആണ്. അപ്പോൾ നോൺ ലിവിങ് എന്ന് ഫോം ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് അബയോജെനിസിസ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് സയൻറ്റിസ്റ്റ് വിശ്വസിച്ചിരുന്നത് ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ് തിങ്സ് എന്നായിരുന്നു. ലൂയിസ് പാസ്റ്റർ എന്ത് ചെയ്തു? ഈ തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. ശ്രദ്ധിക്കുക, അബയോജെനിസിസിനെ ഡിസ്പ്രൂവ് ചെയ്ത ആളാണ്. എന്താണ് കാര്യം? എങ്ങനെയാണ്? ഹി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ബയോളജി സ്റ്റുഡൻസിന് അറിയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ലൂയിസ് പാസ്റ്റർ എന്ത് ചെയ്തു? ഈ അബയോജെനിസിസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അബയോജെനിസിസ് ശരിയല്ലെന്ന് പ്രൂവ് ചെയ്തു എന്നാണ്, ഡിസ്പ്രൂവ് ചെയ്തു. ഓക്കെ, എന്താണ് സംഭവം? അദ്ദേഹം പറഞ്ഞു ലൈഫ് ഉണ്ട്, ശരിയാണ്, പക്ഷേ ലൈഫ് ഈസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. നോൺ ലിവിങ് തിങ്സ് എന്നല്ല, മുമ്പുണ്ടായ ജീവനിൽ നിന്ന് മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എന്തല്ല, ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, കുറച്ച് മണ്ണും കല്ലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലൈഫ് ഫോം ചെയ്യുമോ? ഇല്ല. നമുക്കറിയാം, ഇപ്പോൾ എക്സാമ്പിൾ ഒരു മീറ്റ്, ഇറച്ചി നമ്മൾ എയറിൽ, ഓപ്പൺ എയറിൽ വെച്ചു കുറേ ദിവസം, അതിൽ പുഴുക്കളുണ്ടാവും, ശരിയാണ്, പക്ഷെ അത് അങ്ങനെ ലൈഫ് അങ്ങനെ ഉണ്ടാവുമോ? ലൈഫ്, പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ സ്പോർട്സ് അവിടെ എത്തണ്ടേ, ബാക്ടീരിയ എത്തണ്ടേ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എഗ്ഗൊക്കെ അവിടെ എത്തിയെങ്കിൽ മാത്രമേ ആവുള്ളൂ. അപ്പോൾ അതങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹി ഷോഡ് ദാറ്റ് ലൈഫ് ഡിഡ് നോട്ട് കം ഫ്രം കിൽഡ് ഈസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക്, ബട്ട് ഇൻ എൻ ഓപ്പൺ ഫ്ലാസ്ക് ദ മൈക്രോബ്സ് ഓർ ലൈഫ് അപ്പിയേർഡ്. നോക്കുക, അദ്ദേഹത്തിൻ്റെ ഫേമസ് എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് സ്വാൻ നെക്ക് എക്സ്പെരിമെൻറ്റ്. സ്വാൻ എന്നൊരു ജീവിയെ പറ്റി അറിയാമല്ലോ, അരയന്നം. ഓക്കെ, ഹംസം അരയന്നമാണ് സ്വാൻ. സ്വാൻ നെക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ നെക്ക് ലോങ് നെക്കായിരിക്കും. ആ സ്വാൻ നെക്ക് ടൈപ്പുള്ള ഒരു ഫ്ലാസ്ക് ആണ് നിങ്ങൾ ഡയഗ്രത്തിൽ കാണുന്നത്. ഓക്കെ, അതിനെയാണ് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ആ എക്സ്പെരിമെൻ്റാണ്, ഫേമസ് എക്സ്പെരിമെൻ്റാണ് ലൂയിസ് പാസ്റ്ററിൻ്റെ സ്വാൻ നെക്ക് എക്സ്പെരിമെൻറ്റ്. എന്ത് ചെയ്തു ഇദ്ദേഹം? നോക്കുക, ഡയഗ്രം നോക്കുക, എക്സ്പെരിമെൻ്റ് നോക്കുക. ഈ എക്സ്പെരിമെൻ്റ് സംഭവിച്ച കാര്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടോളുക. അദ്ദേഹം എടുത്തത്, ഈ ഫ്ലാസ്കിനകത്ത് നമ്മുടെ മീറ്റ്, ഫ്ലഷിൻ്റെ ഫ്ലൂയിഡാണ്, അതായത് സൂപ്പ് പോലത്തെയാണ്, അതെടുത്തു ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്തിട്ട് കൂൾ ചെയ്യാൻ വേണ്ടി വെച്ചു. ഓക്കെ, ഒരു ഗ്ലാസ് ഫ്ലാസ്കിനകത്ത് മീറ്റ് ബോയിൽ ചെയ്തു, കൂൾ ചെയ്തു വേണ്ടി വെച്ചു. എന്താ? നോ ഗ്രോത്ത് ഒബ്സേർവ്ഡ്. ഒന്നും അതിൽ കാണപ്പെടുന്നില്ല, ഒരു ഗ്രോത്തും ഇല്ല. നെക്സ്റ്റ് എന്ത് ചെയ്തു? ആ നെക്ക്, സ്വാൻ നെക്ക് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? മൈക്രോബിയൽ ഗ്രോത്ത് ഈസ് ഒബ്സേർവ്ഡ് ഇൻ ദ ഫ്ലാസ്ക്. ഇതിൽ രണ്ട് കണ്ടീഷൻ നോക്കുക. ഒന്ന്, ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെയാണ്. എന്താണ് ഇവിടെ നടക്കുന്ന കാര്യം? ഈ നെക്ക് ഫ്ലാസ്ക് ഉണ്ട്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് അലോ ദ എൻട്രി ഓഫ് എയർ അകത്ത് കിടക്കുന്ന ട്യൂബാണ്, ബട്ട് നോട്ട് മൈക്രോബ്സ്. ഈ ട്യൂബ് വഴി മൈക്രോ ഓർഗാൻസ് അകത്ത് കടക്കാൻ വേണ്ടി പറ്റൂല, ഇതിൻ്റെ മൗത്ത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് അലോ ദ എൻട്രി ഓഫ് എയർ ബട്ട് നോട്ട് ദ മൈക്രോബ്സ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ ദർ ഈസ് നോ ലൈഫ് ഓർ ദർ ഈസ് നോ ഗ്രോത്ത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കിയേ. സെക്കൻഡ് കണ്ടീഷൻ എങ്ങനെയാണ്? ബ്രേക്ക് സ്റ്റെം മീൻസ് ദാറ്റ് ഗ്ലാസ് ആണ്, ഗ്ലാസിൻ്റെ നെക്കാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പാർട്ട് വഴി എന്തായി? ഇൻ അഡീഷൻ ടു എയർ, മൈക്രോബ്സ് ഓൾസോ എൻറ്റേർഡ് ദ ഫ്ലാസ്ക്. ആസ് എ റിസൾട്ട് മൈക്രോബ്സ് സ്റ്റാർട്ട്സ് ടു ഗ്രോ ഇൻ ദി ഫ്ലഷ്. അപ്പോൾ എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ലൈഫ് ഉണ്ടായത് ഇതിനകത്ത്? എയർ നിന്നാണോ? എയർ എന്നല്ല ഉണ്ടായത് എവിടെ നിന്നാണ്? അകത്തേക്ക് കിടന്ന മൈക്രോബ്സ് നിന്ന്. അപ്പോൾ ലൈഫ് ഈസ് ഫോംഡ് ഫ്രം ലിവിങ് ഓർഗാനിസം ആണ്. എയർ എന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തുണ്ടാവണമായിരുന്നു? അതിൻ്റെ പേര് ലൈഫ് ഈസ് ഫോംഡ് ഫ്രം എയർ, ഓർ ലൈഫ് ഈസ് ഫോംഡ് ഫ്രം എയർ മീൻസ് ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ് തിങ്, ഓർ ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ് എയർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അബയോജെനിസിസ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? എയർ അകത്ത് കിടക്കുമ്പോൾ ലൈഫില്ല, ദാറ്റ് മീൻസ് അബയോജെനിസിസ് ഡിസ്പ്രൂവ് ചെയ്തു. എപ്പോൾ മാത്രമേ ലൈഫ് ഉള്ളൂ? എയറിൻ്റെ കൂടെ മൈക്രോബ്സ് കൂടെ അകത്ത് കിടക്കുമ്പോഴേ ലൈഫ് ഫോം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഹി ഡിസ്പ്രൂവ്ഡ് ദ തിയറി ഓഫ്
അബയോജെനിസിസ്. ആരാണ്? ലൂയിസ് പാസ്റ്റർ ഡിസ്പ്രൂവ് ചെയ്തു. ഓക്കെ, ഈ തിയറിയാണ് അബയോജെനിസിസ് എന്ന് വിളിക്കുന്നതും. ഡിസ്പ്രൂവ് ചെയ്ത ആളുടെ പേര് ലൂയിസ് പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് പേരെന്തായിരുന്നു? സ്വാൻ നെക്ക് എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ കൺക്ലൂഷൻ എന്തായിരുന്നു? ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. ഇനി സെക്കൻഡ് തിയറി ആരൊക്കെയാണ്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്. കാരണം നമ്മൾ അബയോജെനിസിസ് തെറ്റാണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ലൈഫ് ഈസ് ഫോംഡ് ഫ്രം ലിവിങ് ഓർഗാനിസം തന്നെയല്ലേ? ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൂയിസ് പാസ്റ്റർ ആണ് എന്ത് ചെയ്തത്? ഈ തിയറി ഓഫ് ബയോജെനിസിസ് പ്രപ്പോസ് ചെയ്തത്. ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്ന അബയോജെനിസിസ് തിയറി ഡിസ്പ്രൂവ് ചെയ്തു. പിന്നീട് ഇവർ കൊണ്ടുവന്ന തിയറിയാണത് തിയറി ഓഫ് ബയോജെനിസിസ്. മീനിങ് എന്താണ്? ലൈഫ് ഈസ് ഫോംഡ് ഫ്രം ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, കുറച്ചും കൂടി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ തിയറിയാണത്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ്കോ റെഡി, സ്പെല്ലൻസാനി ആൻഡ് ലൂയിസ് പാസ്റ്റർ. 3 ആൾക്കാരുള്ളത്. ആരൊക്കെയാണ്? ലൂയിസ് പാസ്റ്റർ കൂടാതെ ഫ്രാൻസിസ്കോ റെഡി ആൻഡ് സ്പെല്ലൻസാനി. ഇവർ കൂടി പ്രപ്പോസ് ചെയ്ത തിയറിയാണത് തിയറി ഓഫ് ബയോജെനിസിസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ലൂയിസ് പാസ്റ്ററിൻ്റെ അതേ തിയറി വെച്ചിട്ട് അവരെന്ത് ചെയ്തു? ലൈഫ് ഈസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്ന് പ്രൂവ് ചെയ്തു. ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ഫസ്റ്റ് ലൈഫ്. എന്താ പറഞ്ഞത്? എവിടെ നിന്ന് ലൈഫ് ഉണ്ടായി? പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ബട്ട് ആ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എവിടെ നിന്നുണ്ടായി? അത് ഇവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരു കാര്യം സമ്മതിക്കുന്നു, എന്താണ്? ഈ എക്സ്പെരിമെൻ്റ് വഴി ലൂയിസ് പാസ്റ്റർ എങ്ങനെ പറഞ്ഞത്? ലൈഫ് ഈസ് ഫോംഡ് ഫ്രം മൈക്രോബ്സ് എന്നല്ലേ പറഞ്ഞേ? പക്ഷേ മൈക്രോബ്സ് എവിടെ നിന്നാണ് ഫോം ചെയ്തത്? അത് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രം ബയോജെനിസിസിനും ഒരു നെഗറ്റീവ് ഉണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ഫസ്റ്റ് ലൈഫ്. ഫസ്റ്റ് ലൈഫ് എവിടെ നിന്നുണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ബയോജെനിസിസ് തിയറിക്കും പറ്റിയിട്ടില്ല. പിന്നെ തേർഡ് തിയറി പറയുന്നത് നോക്കുക, തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്. ഏതാണ്? കോസ്മിക് തിയറി ഓർ പാൻസ്പെർമിയ. തിയറി ഓഫ് പാൻസ്പെർമിയ അല്ലെങ്കിൽ പാൻസ്പെർമിയ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വൺ വേർഡ് ചോദിക്കാറുണ്ട്. എന്താണ് തിയറി പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ യൂണിറ്റ് ഓഫ് ലൈഫ് were transferred to different planet including എർത്ത്. നമുക്ക് വിശ്വസിക്കാവുന്നതാണോ വെച്ചാൽ നോക്കാം. നമുക്ക് യൂണിവേഴ്സിൻ്റെ മറ്റേതോ ഭാഗത്ത് നിന്ന് ലൈഫ് ഫോം ചെയ്തു. ശ്രദ്ധിക്കുക, തിയറിയാണ് പറയുന്നത്. ഈ തിയറി പ്രപ്പോസ് ചെയ്ത ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ലൈഫ് ഈസ് ഫോംഡ് സംവേർ ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് റീച്ച്ഡ് ദ പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത്. യൂണിവേഴ്സിൻ്റെ മറ്റേതോ ഭാഗത്ത് ലൈഫ് ഫോം ചെയ്തു ആൻഡ് റീച്ച്ഡ് ഓൾ പ്ലാനറ്റ് ഇൻക്ലൂഡ് എർത്ത്. എർത്ത് അല്ലെങ്കിൽ ഭൂമി അടക്കമുള്ള എല്ലാ പ്ലാനറ്റും. എത്ര പ്ലാനറ്റ് ഉണ്ട്? 8 or 9 ഇല്ലേ? നമ്മുടെ പ്ലാനറ്റ്സ് ഉണ്ട്. പ്ലൂട്ടോ ഒഴിവാക്കിയാൽ 8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 8 അല്ലെങ്കിൽ പ്ലൂട്ടോ ഉള്ളത് 9 ആണ്. ഈ 8 അല്ലെങ്കിൽ 9 പ്ലാനറ്റിനകത്തും ലൈഫ് എത്തി എന്നാണ് പറയുന്നത് ഈ കോസ്മിക് തിയറി. ബട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എവിടെയേ ലൈഫ് ഉള്ളൂ? എർത്തിൽ മാത്രമേ ലൈഫ് ഉള്ളൂ. എന്താണ് കാരണം? ഇറ്റ്സ് ക്ലൈമറ്റ്. നമുക്ക് അങ്ങനെ പറയാം, വിശ്വസിക്കാൻ പറ്റും. എന്താണ്? എല്ലാ പ്ലാനറ്റിലേക്കും ലൈഫിൻ്റെ സ്പോർസ് എത്തിയിട്ടുണ്ട്. ലൈഫ് ഈസ് ഫോംഡ് സംവേർ ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് റീച്ച്ഡ് ഓൾ പ്ലാനറ്റ് ഇൻക്ലൂഡിങ് എർത്ത്. എർത്തിനകത്ത് കറക്റ്റ് കണ്ടീഷൻ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയ കണ്ടീഷൻ ആയതുകൊണ്ട് ലൈഫ് ഈസ് ഫോംഡ് ഓൺ ഇൻ ദ എർത്ത്. അതർ പ്ലാനറ്റ്സ് എന്തായിരുന്നു? ടെമ്പറേച്ചർ ഡിഫറൻസ്, ക്ലൈമറ്റിക് ചേഞ്ച് ആയതുകൊണ്ട് ലൈഫ് ഉണ്ടായിട്ടില്ല. നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ആ തിയറി നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിന് പ്രൂഫൊന്നുമില്ല. ഇതൊരു അസംഷനാണ്. അങ്ങനെ ആയിരുന്നിരിക്കാം. ദ യൂണിറ്റ് ഓഫ് ലൈഫ് were transferred to different planets including എർത്ത്. പക്ഷേ എന്തുകൊണ്ട് അതിന് ശേഷം അല്ലെങ്കിൽ മറ്റു പ്ലാനറ്റിൽ കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ കോസ്മിക് തിയറിയുടെ പ്രപ്പോസ് ചെയ്ത ആൾക്കാർക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല. ഇതാണ് തേർഡ് തിയറി, കോസ്മിക് തിയറി ഓർ തിയറി ഓഫ് പാൻസ്പെർമിയ. ഇനി ഫോർത്ത് തിയറി നോക്കുക, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് living and non-living was created by some
സൂപ്പർ നാച്ചുറൽ പവർ, ഈസിയാണ്. എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ഓക്കെ, ഇത് വിശ്വസിക്കാമെന്ന് തോന്നുന്നു നമുക്ക്, അല്ലേ? ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലൈഫ് ഈസ് ഫോംഡ് ഫ്രം ലിവിങ് എന്ന് പറയുമ്പോൾ അതിന് പ്രൂഫില്ല. ലൈഫ് ഈസ് ഫോംഡ് ഫ്രം അതർ പാർട്ട് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ കോസ്മിക് തിയറി നമുക്ക് വ്യക്തമായ പ്രൂഫില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതെല്ലാം ആർക്ക് ക്രെഡിറ്റ് കൊടുക്കാം? ബൈ ഗോഡ്. ഓക്കെ, എത്ര പേരതിൽ വിശ്വസിക്കുന്നുണ്ട്? ഗോഡ് ഈസ് ക്രിയേറ്റഡ് ലൈഫ്, അല്ലെങ്കിൽ ലൈഫ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും? ഒരു പക്ഷേ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും എവരിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി നമുക്കത് പറയാം, എവരിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ക്രെഡിറ്റ് ഗോഡിന് കൊടുക്കുന്നതിൽ നമുക്ക് യോജിപ്പുണ്ടോ? അതൊരു വിവാദമാക്കണ്ട. കാരണം ഗോഡിനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ബിലീഫ്സ് ഉണ്ട്. ആ ബിലീഫ് അങ്ങനെ നിന്നോട്ടെ, അതെല്ലാം നിന്നോട്ടെ, ഞാൻ വേറൊന്നും പറയുന്നില്ല. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, സൗകര്യമാണ്, അവകാശമാണ്, ആയിക്കോട്ടെ. ബട്ട് ലൈഫ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറയുമ്പോൾ അതിന് പ്രൂഫ് ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി കാരണം, ഒരു എക്സാമ്പിൾ അല്ല പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഹിന്ദു മിത്തോളജി പ്രകാരം പറയുന്നത് ബ്രഹ്മ ഈസ് ദ ക്രിയേറ്റർ. ഹിന്ദു മിത്തോളജി പ്രകാരം ബ്രഹ്മാവ് എന്നൊരു ദൈവമുണ്ട്. ആ ഒരു റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഓക്കെ, ബ്രഹ്മാവ് എന്നൊരു ഗോഡുണ്ട്. ഈസ് ദ ജനറേറ്റർ. ഗോഡ് എന്ന് പറയുന്ന ഒരു ടേമിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഫുൾ ഫോം പറയുന്നുണ്ട്. ജി മീൻസ് ജനറേറ്റർ, ഒ മീൻസ് ഒബ്സർവർ ആൻഡ് ഡി മീൻസ് ഡിസ്ട്രോയർ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എനിക്കതിൽ വ്യക്തമായിട്ടൊരു ധാരണ ഈ ടോപ്പിക്കിലില്ല. നമുക്ക് ബയോളജി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഹിന്ദു മിത്തോളജി പ്രകാരം പറയുന്നത് ദൈവം ബ്രഹ്മാവാണ് കംപ്ലീറ്റ് ജീവികളെ ക്രിയേറ്റ് ചെയ്തതെന്നാണ്. ഓക്കെ, ആ ഒരു വിശ്വാസം പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ബിലീഫിൽ ഒരു 7th ഡേ എന്നൊരു സംഭവമുണ്ട്. 7th ഡേ എന്നൊരിതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതുപ്രകാരം ഒരു തിയറിയിൽ പറഞ്ഞ ഇങ്ങനെയാണ്, ലൈഫ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ലിവിങ് ഓർഗാൻസിനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ 7th ഡേ എന്ത് ചെയ്തു? ഗോഡ് റെസ്റ്റ് എടുത്തു എന്നാണ് പറയുന്നത്. അതാണ് 7th ഡേ. 7th ഡേ മീൻസ് അവിടെ മീനിങ് എന്താണ്? എ ഡേ ഓഫ് റെസ്റ്റ് തന്നെയാണ്. അതായത് ഒരു ഫാദർ സോറസിൻ്റെ തിയറി പ്രകാരം പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ്, അവിടെ പ്രത്യേകിച്ച് ഗോഡിന് പേരൊന്നുമില്ല. തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇവിടെ വേറൊരു റിലീജിയൻ ആയതുകൊണ്ട് വേറൊരു ഗോഡായിരിക്കും. ആ ഗോഡ് കംപ്ലീറ്റ് ലിവിങ് ഓർഗാൻസിനെ ക്രിയേറ്റ് ചെയ്തു. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6ൻ്റെ ആഫ്റ്റർനൂൺ അങ്ങനെ അതാണ് ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്തത്. ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്ത ഓർഗാനിസം ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. അങ്ങനെ 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ലൈഫ് ക്രിയേറ്റ് ചെയ്തിട്ട് 7th ഡേ ഗോഡ് വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. 7th ഡേയുടെ ഇമ്പോർട്ടൻറ്റ് ക്രിസ്ത്യൻ ബിലീഫിൽ. ഇനി ഇസ്ലാം എടുക്കുകയാണെങ്കിലോ അവിടെയും കൃത്യമായിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറയും. പക്ഷേ ഈ 3 ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് റിലീജിയൻസ് ഉണ്ട്. ഓരോ റിലീജിയനിലും വിശ്വസിക്കുന്ന ആൾക്കാർ പറയും അവരുടെ ദൈവമാണ് എന്തുണ്ടാക്കിയത്? ലൈഫ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഹിന്ദുവിനൊരു ഗോഡ് ഉണ്ട്, അവർ ലൈഫ് ക്രിയേറ്റ് ചെയ്തു. ക്രിസ്ത്യൻസ് ആണെങ്കിൽ വേറൊന്ന്, ഇസ്ലാം ആണെങ്കിൽ വേറൊന്ന്, ഇനി പാസ്റ്റോ സിഖോ ആണെങ്കിൽ അവരുടെ ഗോഡ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഓരോരുത്തരുടെയും ഗോഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തുണ്ട്? ഒരു അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഓരോരുത്തരുടെ റിലീജിയൻ പ്രകാരം നമുക്ക് പറയാം ഗോഡ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് സയൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഗോഡല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഗോഡ് ലൈഫ് ക്രിയേറ്റ് ചെയ്തു. സിംഗിൾ ഗോഡ് ലൈഫ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ റിലീജിയൻസൊക്കെ വെറുതെ ആവില്ലേ? കാരണം എല്ലാ റിലീജിയൻസിനും കൂടി ഒരു കോമൺ ഗോഡ് അല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതിന് വ്യക്തമായിട്ട് പ്രൂഫ് കൊണ്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ ഒരു കോൺട്രവേഴ്സിക്ക് വിട്ടതല്ല. പക്ഷേ നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഇവല്യൂഷനോ മറ്റു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരിക്കലും ഗോഡിന് ഇവിടെ സ്ഥാനമില്ല. പറയാൻ കാരണം തന്നെയാണ്. ഓരോ മതം അല്ലെങ്കിൽ ഓരോ റിലീജിയൻ വരുമ്പോഴും നമുക്ക് ഓരോ വിശ്വാസമുണ്ട്. വിശ്വാസം ആൾക്കാരുടെ മനസ്സിൽ വിശ്വാസമായി നിന്നോട്ടെ. പക്ഷെ നമ്മുടെ ടോപ്പിക്കിലേക്ക് അവിടെ വരില്ല. കാരണം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാവുന്ന തിയറിയാണിത്. ഏറ്റവും എളുപ്പത്തിൽ
നമുക്ക് റിജക്റ്റ് ചെയ്യാവുന്ന ഒരു തിയറിയാണ് ഇത് സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുന്നത്. കാരണം ഗോഡ് എന്നൊന്ന് പറഞ്ഞുണ്ടോ ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ് ഓർ സയൻസ് ടീച്ചർ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഗോഡ് എന്തുകൊണ്ട് ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു? എന്തുകൊണ്ട് ഗോഡ് എല്ലാ ജീവികൾക്കും ഒരേ ലൈഫ് സ്പാൻ കൊടുത്തില്ല? ഹ്യൂമൻ ബീങ്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഹ്യൂമൻ ബീയിങ് ഉണ്ടായിട്ട് ഒരുപാട് വർഷമായി, എന്തുകൊണ്ട് അതിനുശേഷം ഗോഡ് ഇല്ലേ? എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്ങിന് ശേഷം ഗോഡ് മറ്റൊരു ജീവിയെ ക്രിയേറ്റ് ചെയ്യാത്തത്? ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊരു വലിയ ടോപ്പിക്കായിട്ട് മാറും ചർച്ച ചെയ്യുമ്പോൾ. നമുക്ക് അത്രയും പോകേണ്ട ആവശ്യം വരുന്നില്ല. ലൈഫ് ക്രിയേറ്റ് ചെയ്തത് ഗോഡല്ല, കാരണം പ്രൂഫില്ല. ലൈഫ് ക്രിയേറ്റ് ചെയ്തത് ഗോഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഗോഡ് അതിന് ശേഷം ലൈഫ് ക്രിയേറ്റ് ചെയ്തില്ല? ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിട്ട് എത്രയായി? 2 മില്യൺ ഇയേഴ്സ് എഗോ ആയി. അതിന് മുമ്പ് അതിന് ശേഷം എന്താ മറ്റൊരു പുതിയ ലൈഫും വരാത്തത്? ഇപ്പോൾ ഗോഡ് ഇല്ലേ? ഒരുപാട് സംശയങ്ങൾ വരും. നമുക്ക് ആ കോൺട്രവേഴ്സിക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ലൈഫ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ ക്രിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി റിജക്റ്റ് ചെയ്യുന്നല്ല. അങ്ങനത്തെ ഒരു കുറച്ച് ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചു. ഇതാണ് 4th തിയറി. ഇനി 5ാമത്തെ തിയറി നോക്കുക. തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻ, JBS Haldane and AI Oparin. States that the first form of life was originated from non-living inorganic and organic molecule such as methane, ammonia, water, then sugar, proteins, nucleic acid, etc. ഇവർ പറഞ്ഞ തിയറി ഇത്രയേ ഉള്ളൂ. പ്രിമിറ്റീവ് എർത്തിൽ എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു? പ്രിമിറ്റീവ് എർത്തിൻ്റെ സർഫേസിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ്? വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, അമോണിയ. അപ്പോൾ ഒപ്പാരൻ ഹാൽഡൻ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഈസ് ഫോംഡ് ഫ്രം നോൺ ലിവിങ്. ആ നോൺ ലിവിങ് ഏതാണ്? എയർ, വാട്ടർ തുടങ്ങിയ നോൺ ലിവിങ് അല്ല പറഞ്ഞത്. ഫ്രം നോൺ ലിവിങ് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾ, അതായത് മീത്തേൻ, അമോണിയ, വാട്ടർ, ഷുഗർ, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് തുടങ്ങിയ നോൺ ലിവിങ് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസിന് ലൈഫ് ഫോം ചെയ്തു. ലൈഫ് ആദ്യമായി ഫോം ചെയ്ത് എവിടെ നിന്നാണ്? നോൺ ലിവിങ് തിങ്സ്. പിന്നെ എവിടെ നിന്നുണ്ടായി? അതിനുശേഷം ആ ഫസ്റ്റ് ഫോംഡ് ലൈഫിൽ നിന്ന് സെക്കൻഡ് ലൈഫ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അബയോജെനിസിസ് ഫസ്റ്റ് ബട്ട് ബയോജെനിസിസ് എവർ സിൻസ്. ആദ്യം ഉണ്ടായത് അബയോജെനിസിസ് ആണ്, നോൺ ലിവിങ് സബ്സ്റ്റൻസ് എന്ന്. പിന്നീട് ആ ലിവിങ് നിന്ന് നെക്സ്റ്റ് ലിവിങ്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? ആ തിയറിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാസ്റ്റ് പോയിന്റ്. അബയോജെനിസിസ് ഫസ്റ്റ്, ദെൻ ബയോജെനിസിസ് എവർ സിൻസ്. അതായത് ആദ്യം ഉണ്ടായത് നോൺ ലിവിങ് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസിന് ലൈഫ് ഉണ്ടായി, പിന്നെ ആ ലൈഫിൽ നിന്ന് നെക്സ്റ്റ് ലൈഫ് ഉണ്ടായി. ഇതാണ് തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. നമ്മൾ പറഞ്ഞു ഈ 5 തിയറീസിലും കൂടിയിട്ട് വ്യക്തമായിട്ട് പ്രൂഫുള്ള തിയറി ഏതാണ്? 5th തിയറിയാണ്. വെൽ ആക്സെപ്റ്റഡ് തിയറി എന്ന് പറയാൻ കാരണം ആരുടെയാണ്? കെമിക്കൽ ഇവല്യൂഷൻ തിയറി പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൽഡൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് പ്രൂവ് ചെയ്തു. അബയോജെനിസിസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു ലൂയിസ് പാസ്റ്റർ. പക്ഷേ ബയോജെനിസിസ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആർക്കും പറ്റിയില്ല. ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്നതും പ്രൂഫില്ല, കോസ്മിക് തിയറിക്കും പ്രൂഫില്ല. ബട്ട് നമ്മളെ 5th തിയറി ആയിട്ടുള്ള കെമിക്കൽ ഇവല്യൂഷൻ തിയറിക്ക് പ്രൂഫുണ്ട്. എന്താണ് നോക്കുക? ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ദ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. ഒപ്പാരൻ ഹാൽഡൻ കണ്ടുപിടിച്ച തിയറി ഉണ്ടല്ലോ, ആ തിയറി എന്ത് ചെയ്തു? യൂറേ, മില്ലർ രണ്ടുപേരും കൂടി പ്രൂവ് ചെയ്തു. നമുക്കതാ സയൻസിൽ എന്താണ് വേണ്ടത്? പ്രൂഫാണ് വേണ്ടത്. സയൻസിൽ പ്രൂഫ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? നമ്മൾ ഒപ്പാരൻ ഹാൽഡൻ കൺസെപ്റ്റ് വാസ് പ്രൂവ്ഡ് ബൈ യൂറേ ആൻഡ് മില്ലർ. അവരെന്ത് ചെയ്തു? ദേ ക്രിയേറ്റഡ് എ കണ്ടീഷൻ ലൈക്ക് ദാറ്റ് ഓഫ് പ്രിമിറ്റീവ് എർത്ത്. പ്രിമിറ്റീവ് എർത്ത് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു? ഒരു ഹോട്ട് സ്ഫിയർ ആയിരുന്നു. അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ തുടങ്ങിയ ഡിഫറെൻറ്റ് ഗ്യാസൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. ആ പ്രിമിറ്റീവ് കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇവരുണ്ടാക്കി. പ്രിമിറ്റീവ് എർത്തിന് സിമിലർ ആയിട്ടുള്ളൊരു ഗ്ലാസ് ട്യൂബ്, ഗ്ലാസ് ഗ്ലോബ് പോലത്തെ ഉണ്ടാക്കി. അതിനകത്ത് അന്ന് പറഞ്ഞ അതേ ഒരു
അന്നുണ്ടായിരുന്ന വാട്ടർ വേപ്പർ, മീത്തേൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചു. ഈ ഡയഗ്രം നോക്കുക. എന്ത് ചെയ്തു? പ്രിമിറ്റീവ് എർത്തിൽ വാട്ടർ വേപ്പർ ഉണ്ട്. ഓക്കെ, അതിനകത്ത് അത് ചൂടാക്കി, ഗ്ലാസ് ട്യൂബ് ചൂടാക്കിയിട്ട് മേലെ എന്തുണ്ട്? മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ തുടങ്ങിയതുണ്ട്. ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. കണ്ടൻസർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്തുനിന്നുകൂടി കോൾഡ് വാട്ടർ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട്. പിന്നെ കൂൾ ചെയ്യുന്നുണ്ട് സിസ്റ്റം. കൂൾഡ് വാട്ടർ കണ്ടെയ്നിങ് ഓർഗാനിക്. ഇപ്പോൾ വാട്ടർ കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴെ ഒരു ബോട്ടിലിനകത്ത് സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രിമിറ്റീവ് എർത്തിനകത്ത് നമ്മുടെ ആരൊക്കെ ഒപ്പാരൻ ഹാൾഡിന് പറഞ്ഞ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടോ അത് എക്സ്പെരിമെൻ്റലി ഇവർ ചെയ്തു. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാക്കിയിട്ട് അതിനെ ഡിഫറെൻറ്റ് ട്യൂബ്സ് വഴി കണക്ട് ചെയ്തിട്ട് പ്രിമിറ്റീവ് എർത്തിൻ്റെ അതേ ടെമ്പറേച്ചർ നോക്കുക. ദേ ക്രിയേറ്റഡ് എ കണ്ടീഷൻ ദാറ്റ് ഓഫ് പ്രിമിറ്റീവ് എർത്ത്, ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ വിത്ത് മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ. ഇതൊക്കെ കൊടുത്തു അതിനകത്ത്. ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ടോ they made electric discharge in a closed flask containing methane, ammonia, water, hydrogen and water vapor at 800 degrees Celsius. High temperature ഇതൊക്കെ ചൂടാക്കി. ആസ് എ റിസൾട്ട് സം അമിനോ ആസിഡ്സ് ആർ ഫോംഡ്. ഈ എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോൾ എന്ത് കിട്ടി? അമിനോ ആസിഡ്സ് കിട്ടി. അമിനോ ആസിഡ്സ് കിട്ടിയാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? അമിനോ ആസിഡ് ഈസ് ദി ഫോം ഓഫ് ലൈഫ്. എന്തുകൊണ്ട്? അമിനോ ആസിഡ് കമ്പൈൻ ടു ഫോം പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്തായിട്ട് മാറും? ജീൻസ്, ക്രോമോസോംസ്, ലിവിങ് ഓർഗാനിസംസ്. എവരി ലിവിങ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻസിൻ്റെ ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. സോ അമിനോ ആസിഡ് ഫോം ചെയ്താൽ എന്ത് കിട്ടും? ലൈഫ് ഉണ്ടാവാൻ വലിയ പണിയൊന്നുമില്ല. ഓക്കെ, കാരണം ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ ഒപ്പാരൻ ആൻഡ് ഹാൾഡൻ പ്രപ്പോസ്ഡ് ദാറ്റ് ലൈഫ് ഈസ് ഫോംഡ് ഫ്രം ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മോളിക്യൂൾസ്. അബയോജെനിസിസ് ഫസ്റ്റ്, ബയോജെനിസിസ് എവർ സിൻസ്. ഈ ഒപ്പാരൻ ഹാൾഡേൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള യൂറേ മില്ലർ എന്ത് ചെയ്തു? അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തു. പിന്നീട് നോക്കുക ലാസ്റ്റ് പോയിന്റ്. ഇൻ സിമിലർ എക്സ്പെരിമെൻറ്റ്സ് അതേഴ്സ് ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്, നൈട്രജൻ ബേസ്, പിഗ്മെൻറ്റ് ആൻഡ് ഫാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോൾ എന്ത് കിട്ടി? അമിനോ ആസിഡ്സ് മാത്രമല്ല, ഷുഗേഴ്സ്, നൈട്രജൻ ബേസ്, പിഗ്മെൻ്റ് ഒക്കെ കിട്ടി. അപ്പോൾ എന്ത് സംഭവം? നമുക്ക് പറയാം ഒപ്പാരൻ ഹാൾഡൻ ആയിരുന്നു ശരി. നിലവിൽ പ്രിമിറ്റീവ് എർത്ത് നിന്ന് ലൈഫ് എങ്ങനെ ഉണ്ടായി? ബൈ കെമിക്കൽ ഇവല്യൂഷൻ. കെമിക്കൽസ് നിന്നാണ് ലൈഫ് ഇവോൾവ് ചെയ്തത്. ഗോഡ് ക്രിയേറ്റ് ചെയ്തതല്ല, മറ്റേതെങ്കിലും പ്ലാനറ്റിൽ നിന്ന് വന്നതല്ല, വെറുതെ ഒരു അബയോട്ടിക്കുന്നോ ബയോട്ടിക്കുന്നോ പൊട്ടിമുളച്ചതല്ല. ബൈ കെമിക്കൽ ഇവല്യൂഷനാണ്. ആ കെമിക്കൽ ഇവല്യൂഷൻ തിയറി ഈസ് പ്രൊപ്പോസ്ഡ് ബൈ JBS ഹാൾഡൻ ആൻഡ് AI ഒപ്പാരൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബൈ ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണ് ലൈഫ് ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ 5 തിയറീസ് പഠിക്കുന്നെങ്കിലും കെമിക്കൽ ഇവല്യൂഷൻ തിയറിയും അതേപോലെ തന്നെ ഒപ്പാരൻ ഹാൾഡൻ കൺസെപ്റ്റും യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. പിന്നെ നമുക്ക് പറയാവുന്നതാണ് കോസ്മിക് തിയറി, അബയോജെനിസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. നോക്കുക, ദ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റഡ് 3 ബില്യൺ ഇയേഴ്സ് അഗോ. അതായത് എർത്ത് ഉണ്ടായിട്ട് 4.5 ബില്യൺ ഇയേഴ്സ് ആയെങ്കിലും നോൺ സെല്ലുലാർ, അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈറസ് പോലുള്ള ആ ഒരു പാർട്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടായിരുന്ന ലൈഫ് ഏകദേശം 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഫോം ചെയ്തത്. ദേ വേർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക് ക്യാപ്സ്യൂൾ കണ്ടെയ്നിങ് മാക്രോമോളിക്യൂൾസ് ലൈക്ക് RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ്. RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല. ഒരു അസെല്ലുലാർ ഫോം ഓഫ് ലൈഫാണ് ഫസ്റ്റ് ഫോം ചെയ്തതെന്നൊരു കൺക്ലൂഷനിലേക്കാണ് അന്നുണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഒറിജിൻ ഓഫ് ലൈഫും ഒറിജിൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എവല്യൂഷൻ നടന്നുള്ളതിൻ്റെ എവിഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. ഇത്രയുമാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.